അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിലെ ആദ്യ കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിൽ ഒരു വൻ പ്രതിരോധ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി. ഗോൾഡൻ ഡോം എന്നാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര്. ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ മാതൃകയിൽ പ്രഖ്യാപിച്ച ടാർഹൻ പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഈ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം. എന്നാൽ ഇസ്രയേലിന്റെ അയൺ ഡോം സംവിധാനത്തെക്കാൾ വിപുലമായൊരു പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം എന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ അടക്കമുള്ള ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇസ്രയേൽ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ചെറിയ ദൂരത്ത് നിന്ന് വരുന്ന റോക്കറ്റ് ആക്രമണങ്ങളെ തടയുമ്പോൾ, ഗോൾഡൻ ഡോം കൂടുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വലിയ ദൂരത്തു നിന്ന് വരുന്ന രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്ന് ട്രംപ് വിശദീകരിച്ചു. ഇതിന് ഭൂമിയിലും ബഹിരാകാശത്തും പ്രവർത്തിക്കുന്ന നിരവധി മുൻകരുതൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് മിസൈൽ ആക്രമണങ്ങളെ നേരത്തെ തിരിച്ചറിയാനായി ഭാവിയിൽ ബഹിരാകാശത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ സെൻസറുകളും സാറ്റലൈറ്റുകളും ഇതിന്റെ ഭാഗമാകും. ഈ പദ്ധതി പൂർണ്ണമായും അമേരിക്കൻ നിർമ്മിതമായിരിക്കുമെന്നാണ് ട്രംപ് ഉറപ്പ് നൽകുന്നത്. ഗോൾഡൻ ഡോം ഒരു ഇരുതല പ്രതിരോധ സംവിധാനമായിരിക്കും. ഇതിന് അടിയന്തര സുരക്ഷാ സംവിധാനങ്ങളും പൂർണ്ണമായ റഡാർ നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിറ്റക്ഷൻ സംവിധാനം മാത്രമല്ല, ബഹിരാകാശത്തുള്ള ഉപകരണങ്ങൾ കൂടി ശത്രുക്കളുടെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനും അതേ വെടിവെച്ച് തകർക്കാനുമുള്ള കഴിവ് ഇതിനുണ്ടായിരിക്കും. ഈ പദ്ധതിയുടെ നിർവഹണത്തെ ഏറ്റവും പുതിയ സെൻസറുകളുടെയും കൃത്രിമ ബുദ്ധിയുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന മുന്നറിയിപ്പ് സിസ്റ്റങ്ങളും ഉപയോഗിക്കുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ട്രംപ് കോൺഗ്രസിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഇത് അമേരിക്കയുടെ ഭാവി സുരക്ഷയെ ഒരു പടി ഉയർത്തുന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ സമാനതകളില്ലാത്ത പ്രതിരോധ ശക്തിയെ സംരക്ഷിക്കാൻ ഗോൾഡൻ ഡോം നിർണായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രധാന സഖ്യരാജ്യങ്ങൾ, അതായത് നാറ്റോ രാജ്യങ്ങൾ, ഇസ്രയേൽ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയവയ്ക്ക് ഈ സംവിധാനത്തിന്റെ പ്രയോജനം ലഭിക്കുമോ എന്നതാണ് ഒരു പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ ഈ പദ്ധതിക്ക് വലിയൊരു സാമ്പത്തിക ചെലവുണ്ടാകുമെന്നത് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ബഹിരാകാശത്ത് സാങ്കേതിക ഉപകരണങ്ങൾ വിന്യസിക്കേണ്ടതായതിനാൽ ഇതിന്റെ ചെലവ് വളരെ ഉയർന്നതായിരിക്കുമെന്ന് ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കൂടാതെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഈ പദ്ധതിയിൽ പ്രഭാവമില്ലാതെ പോകുമോ എന്നതിലും ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. ബഹിരാകാശത്ത് റഡാർ സംവിധാനങ്ങൾ, സെൻസറുകൾ, മിസൈൽ ഇന്റർസെപ്റ്ററുകൾ എന്നിവ സജ്ജമാകുമ്പോൾ സ്വകാര്യ മേഖലയിൽ നിന്ന് വരുന്ന ആസൂത്രണങ്ങൾക്കും സഹായത്തിനും വലിയ പ്രാധാന്യം നൽകേണ്ടി വരും. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ഈ പദ്ധതിക്ക് മുന്നോട്ടു പോകാനാകൂ. ഈ പദ്ധതി അമേരിക്കയുടെ ഭാവി സുരക്ഷയ്ക്ക് വലിയ തോതിൽ ഗുണകരമാകുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ചില പ്രതിരോധ വിദഗ്ധർ ഇതിന്റെ പ്രായോഗികതയെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ അയൺ ഡോം അതിന്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി നിറവേറ്റി എന്നതിൽ സംശയമില്ല. എന്നാൽ ഗോൾഡൻ ഡോം അതിനേക്കാൾ വലുതും പ്രായോഗികമായി നടപ്പിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമായ പദ്ധതിയാണ്. അതിനാൽ ഈ പദ്ധതി സഫലമാകുമോ എന്നത് ഭാവിയിൽ മാത്രമേ വ്യക്തമാകൂ. ചുരുക്കി പറഞ്ഞാൽ, ഗോൾഡൻ ഡോം ഒരു അത്യാധുനിക പ്രതിരോധ പദ്ധതിയാണ്. എന്നാൽ അതിന്റെ ഭാവി, ഇതിന്റെ സാമ്പത്തിക ബാധ്യത, സാങ്കേതിക സൗകര്യങ്ങൾ, കോൺഗ്രസ് അംഗീകാരം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ ഈ പദ്ധതി വിജയിച്ചാൽ അത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു പുതിയ പ്രതിരോധ ബലം നൽകുന്നതാണ്. പക്ഷേ അതിന്റെ ആസൂത്രണം, പ്രാവർത്തികത, സാമ്പത്തിക ഭാരം എന്നിവയെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ വിലയിരുത്തലുകൾ ആവശ്യമുണ്ട്.